നമസ്കാരം. വെള്ളം ജീവനാണ്, പക്ഷെ ചിലപ്പോൾ അത് ഏറ്റവും വലിയ ആയുധവുമാകും. പ്രത്യേകിച്ച് ഇന്ത്യ പാക് അതിർത്തിയിൽ. ലോകരാഷ്ട്രീയത്തെ തന്നെ ചൂടുപിടിപ്പിക്കുന്ന പുതിയൊരു പണിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യ. സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറിയ വാർത്ത കേട്ട് അന്തം വിട്ടിരുന്ന പാകിസ്ഥാന് താങ്ങാൻ പറ്റാത്ത മറ്റൊരു സർപ്രൈസ് പാക്കേജ് കൂടി മോദി സർക്കാർ ഒരുക്കിയിരിക്കുന്നു. ചെനാബ് നദിയിൽ ഒരു മെഗാ അണക്കെട്ട് പദ്ധതി. ജമ്മുകാശ്മീരിലെ ഉദ്ധംപൂർ, റംബാൻ ജില്ലകളിൽ തലയുയർത്താൻ പോകുന്ന സവാൽകോട്ട് ജലവൈദ്യുത പദ്ധതി വെറുമൊരു അണക്കെട്ടല്ല, ഇതൊരു ഗെയിം ചേഞ്ചർ ആണ്. 5129 കോടി രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന ഈ ബിഗ് പ്രൊജക്ടിന് 1856 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ ലിമിറ്റഡ് ഇതിനോടകം തന്നെ ടെൻഡറുകൾ ക്ഷണിച്ചു കഴിഞ്ഞു. ചുരുക്കത്തിൽ ഇവിടെ പണി തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ തന്നെ പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിദഗ്ധ സമിതി ഇതിന് പച്ചക്കൊടി കാണിച്ചിരുന്നു. 9 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്ന ഈ പദ്ധതി വരുമ്പോൾ ചെനാബിലെ ജലപ്രവാഹം ഇന്ത്യയുടെ നിയന്ത്രണത്തിലാകുമെന്നാണ് സൂചന. വെള്ളം കിട്ടാതെ പാകിസ്ഥാൻ വാടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ചോദ്യം സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും ചർച്ചയാകുന്നുണ്ട്. കാരണം ലളിതമാണ്. ചെനാബ് നദി പാകിസ്ഥാന്റെ ജീവരേഖയാണ്. അവർക്ക് ലഭിക്കുന്ന വെള്ളത്തിന്റെ ഏകദേശം 3/4 ഭാഗവും ഇന്ത്യയിൽ നിന്നും പടിഞ്ഞാറോട്ടൊഴുകുന്ന ഈ നദികളിൽ നിന്നാണ്. പാകിസ്ഥാനിലെ കൃഷിയുടെ 90% ഈ നദീതടത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. 10ൽ 9 പാകിസ്ഥാനികളും ഇന്ത്യയിൽ നിന്നൊഴുകുന്ന ഈ വെള്ളത്തെയാണ് ആശ്രയിക്കുന്നത് എന്നറിയുമ്പോൾ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കാം. സാവൽകോട്ട് മാത്രമല്ല, ചെനാബ് നദീതടത്തിലെ മറ്റ് 4 അതിപ്രധാന ജലവൈദ്യുത പദ്ധതികളും വേഗത്തിലാക്കാൻ കേന്ദ്ര സർക്കാർ കർശന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. 2026 ഡിസംബറോടെ പക്കൽ ദൂൽ കിരു പദ്ധതികൾ കമ്മീഷൻ ചെയ്യാനും 2028 മാർച്ചോടെ ക്വാർ പദ്ധതി പൂർത്തിയാക്കാനും റാറ്റിൽ അണക്കെട്ടിന്റെ നിർമ്മാണം വേഗത്തിലാക്കാനുമാണ് നിർദ്ദേശം. ഇതിൽ കിഷ്ത്വാറിലെ പക്കൽ ദുൽ പദ്ധതിക്ക് 1000 മെഗാവാട്ട് ശേഷിയുണ്ട്. 167 മീറ്റർ ഉയരമുള്ള ഇത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടുകളിൽ ഒന്നാണ് എന്നതാണ് ശ്രദ്ധേയം. സിന്ധു കരാർ റദ്ദാക്കിയതോടെ ഈ പദ്ധതിയും 2026 ഡിസംബറോടെ പ്രവർത്തനക്ഷമമാക്കാനാണ് ഇന്ത്യയുടെ ലക്ഷ്യം. വൈദ്യുതി ഉൽപാദനത്തിനപ്പുറം പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ജലപ്രവാഹം നിയന്ത്രിക്കാനും ഇത് ഇന്ത്യയെ സഹായിക്കും. ഇതുകൂടാതെ ചെനാബിൽ ദുൽഹസ്തി സ്റ്റേജ് 2 പദ്ധതിയും ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. വെള്ളത്തിന്റെ രാഷ്ട്രീയം അതിർത്തിയിലെ ശക്തി സമവാക്യങ്ങളെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് കാത്തിരുന്നു കാണാം. എന്തായാലും പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തുന്ന മറ്റൊരു തകർപ്പൻ നീക്കവുമായി ഇന്ത്യ കളം നിറയുകയാണ്.